الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. ബാബുൻ ഫിൽ മുറാഖബത്തി. മുറാഖബത്തിൽ പറയുന്ന അധ്യായമാണ്. മുറാഖബത്ത് എന്ന് പറഞ്ഞാൽ നിരീക്ഷണം, ഒബ്സർവേഷൻ. അൽ മുറാഖബത്ത് അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാവുക, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബോധം മുഅ്മിനായ ഒരു മനുഷ്യനുണ്ടാകണം, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഖാല അല്ലാഹു തആല പറയുന്നു, അല്ലദീ, ഒരാൾ, അള്ളാഹുവിനെ കുറിച്ച് തന്നെ പറയാണ്. അല്ലദീ യറാക്ക, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹീന തഖൂമു, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയം. അതുപോലെ തഖല്ലുബക, നിങ്ങളുടെ ചലനങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഫിസാജിദീൻ, നിസ്കരിക്കുന്നവരോട് കൂടെ. സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ സുജൂദ് ചെയ്യുന്നവർ എന്ന് അവിടെ പ്രയോഗിച്ചിട്ട് അവിടെ ഉദ്ദേശം നിസ്കരിക്കുന്നവരോടൊപ്പമുള്ള താങ്കളുടെ ചലനത്തെയും, നിസ്കാരത്തിനു വേണ്ടി താങ്കൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അവൻ അല്ലാഹു താങ്കളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അള്ളാഹുവിന്റെ നിരീക്ഷണമുണ്ട്. ചലനം തഖല്ലുബക, താങ്കളുടെ ചലനത്തെയും, ഫിസാജിദീൻ, നിസ്കരിക്കുന്നവരോട് കൂടെ. അപ്പോൾ താങ്കൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും അങ്ങനെയും അർത്ഥമുണ്ട്. അതുപോലെ ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും നിങ്ങളുടെ സുജൂദും നിങ്ങളുടെ നൃത്തവും എല്ലാം അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഖാല തആല, അല്ലാഹു തആല വീണ്ടും പറയുന്നു, വഹുവ മഅക്കും, അവൻ നിങ്ങളോടൊപ്പമാണ്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമാണ്. ഒരു മിനിറ്റ്. വഹുവ മഅക്കും, അവൻ നിങ്ങളോടൊപ്പമാണ്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും, ലോകത്തിൻ്റെ ഏതു ഭാഗത്തായിരുന്നാലും അവൻ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട സംരക്ഷണങ്ങൾ നൽകുന്നുണ്ട് എന്നർത്ഥം. വഖാല തആല, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ, അല്ലാഹുവിൻ്റെ മേൽ ഒരു കാര്യവും അവ്യക്തമല്ല. ഫിൽ അർളി, ഭൂമിയിലെയും ഒരു കാര്യവും അവ്യക്തമല്ല, എല്ലാം വ്യക്തമാണ്, സ്പഷ്ടമാണ്. വലാ ഫിസ്സമായി, ആകാശത്തിലെയും, ആകാശഭൂമികളിലുള്ള ഒരു കാര്യവും ഒരു വസ്തുവും അള്ളാഹുവിൻ്റെ മേൽ മറയുന്നതല്ല, മറഞ്ഞു കിടക്കുന്നതല്ല, അവ്യക്തമല്ല, എല്ലാം വ്യക്തമാണ്. വഖാല തആല, ഇന്ന റബ്ബക, തീർച്ചയായും താങ്കളുടെ റബ്ബ്, ലബിൽ മിർസാദ്, അവൻ ഉറ്റുനോക്കൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെയൊക്കെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, യഅലമു, അവൻ അറിയും,
ഖാഇനത്തൽ അഅ്യുനി, കണ്ണുകളുടെ കട്ടുനോട്ടത്തെ, കണ്ണുകൾ കട്ടുനോട്ടത്തെ അള്ളാഹു അറിയും. അതുപോലെ വമാ തുഖ്ഫി സുദൂറു, ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതിനെയും അള്ളാഹു അറിയും. കട്ടുനോട്ടം ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ നോക്കുകയായിരിക്കും, പക്ഷെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ നമ്മൾ അങ്ങോട്ട് നോക്കുന്നുണ്ട് എന്ന് അറിയില്ല, ജനങ്ങളുടെ ദൃഷ്ടിയിൽ. പക്ഷെ നമ്മൾ നോക്കുന്നത് അങ്ങോട്ടായിരിക്കും. ഇങ്ങനെയുള്ള കട്ടുനോട്ടങ്ങളെയും ഹൃദയത്തിൽ മറച്ചു വെക്കുന്ന, രഹസ്യമാക്കി വെക്കുന്ന കാര്യങ്ങളെയും അള്ളാഹു അറിയുന്നതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടെ ഇതൊക്കെ അള്ളാഹു നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം ആയത്തുകളാണ്. വൽ ആയാത്തു ഫിൽ ബാബി, ഈ അധ്യായത്തിൽ ഉള്ള ആയത്തുകൾ കസീറത്തുൻ, ധാരാളമുണ്ട്. എല്ലാം നമ്മൾ പറയുന്നില്ല. മഅലൂമത്തുൻ, അറിയപ്പെട്ടതുമാണ്. ഇനിയും ഒരുപാട് എന്താ പറയുക, അറിയപ്പെട്ട ആയത്തുകളുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട ഒരു 4-5 ആയത്തുകൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി അമ്മൽ അഹാദീസു, ഇപ്പോൾ ഹദീസുകൾ. നമ്മൾ കേട്ടൊരു ഹദീസാണ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. ഫൽ അവ്വലു, ഒന്നാമത്തത് ശ്രദ്ധിക്കണേ. അൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ. ബൈനമാ നഹ്നു, ഞങ്ങൾ ആയിരുന്നിരിക്കെ, ജുലൂസുൻ, ഞങ്ങൾ ഇരിക്കുന്നവരായിരുന്നു. അപ്പോൾ ആരുടെ അടുക്കൽ? ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ദാത്ത യൗമിൻ, ഒരു പ്രാവശ്യം, ഒരു ദിവസം. ഒരിക്കൽ ഞങ്ങൾ നബി തങ്ങളുടെ സമീപത്ത് ഇരിക്കുകയായിരുന്നു. ഇത് ആ സമയത്ത് തലഅ അലൈന, ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, റജുലുൻ, ഒരു മനുഷ്യൻ, ഷദീദു ബയാലി സിയാബി, വസ്ത്രങ്ങളുടെ വെളുപ്പ് ശക്തമായ, നല്ല വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് മുമ്പിൽ വന്നു, പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ ഷദീദു സവാദി അശ്ശഅരി, മുടിയുടെ കറുപ്പും ശക്തിയുള്ളതായ, നല്ല കറുത്ത മുടിയും നല്ല വെളുത്ത വസ്ത്രവും ധരിച്ച ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ലാ യുറാ അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ കാണപ്പെടുന്നില്ല, അസറുസഫരി, യാത്രയുടെ ലക്ഷണം, അസറ് ലക്ഷണം, യാത്രയുടെ അടയാളമൊന്നും അദ്ദേഹത്തിൽ നിന്ന് കാണപ്പെടുന്നില്ല. അപ്പോൾ യാത്രക്കാരനല്ല. യാത്രക്കാരാകുമ്പോൾ കുറച്ച് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളൊരു അടയാളങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നില്ല. വലാ യഅരിഫുഹു, അദ്ദേഹത്തെ അറിയുകയുമില്ല. മിന്നാ, ഞങ്ങളിൽ നിന്നും അഹദുൻ, ഒരാളും അറിയില്ല. അപ്പം അങ്ങനെയുള്ള ഞങ്ങൾക്ക് പരിചയമില്ലാത്ത, നല്ല യാത്രയുടെ അടയാളമൊന്നുമില്ലാത്ത ഒരു കറുത്ത മുടിയുള്ള, വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. ഹത്ത, അങ്ങനെ, ജലസ, അദ്ദേഹം ഇരുന്നു, ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിരുന്നു. നബി തങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഫ അസ്നദ, അദ്ദേഹം ചേർത്തു വെച്ചു, അസ്നദ റുക്ബത്തൈഹി, അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകളെ, ഇലാ റുക്ബത്തൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽമുട്ടിലേക്ക് ചേർത്തു വെച്ചു. വളഅ കഫൈഹി, അദ്ദേഹത്തിൻ്റെ 2 കൈകളെ അദ്ദേഹം വെച്ചു, മുൻകൈകളെ വെച്ചു. അലാ ഫഖിദൈഹി, അദ്ദേഹത്തിൻ്റെ 2 തുടയുടെ മേൽ വെച്ചു. അപ്പോൾ എന്തോ ഒരു കാര്യം ചോദിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ഒരു അധ്യാപകൻ്റെ അടുക്കൽ ഒരു വിദ്യാർത്ഥി വളരെ ആദരവോടുകൂടെ, വിനയത്തോടുകൂടെ ഇരിക്കുന്ന ഒരു രൂപത്തിൽ അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഇരുന്നു.
ഫഹിദൈഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 2 തുടകൾ കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെ വക്കാല അദ്ദേഹം ചോദിച്ചു. അസീസ്ക ഓക്കെ അല്ലേ? ഇവിടെ നോക്കി കുറഞ്ഞ ഭാഗം മിസ്സായിട്ടുണ്ടാവും, അത് റെക്കോർഡ് കേട്ടോ. യാ മുഹമ്മദു, മുഹമ്മദ് എന്നവരെ, അഖ്ബിർ നിങ്ങൾ പറഞ്ഞു തരൂ, നീ എന്നോട്, അനിൽ ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കാട്ടുക. നമ്മൾ ഇസ്ലാം കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ, ആ വിഷയം ചോദിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തഷ്ഹദ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദ, നീ സാക്ഷ്യം വഹിക്കലാണ്, അൻ തീർച്ചയായും ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്ക് ഒരു ഇലാഹി ഇല്ല, അല്ലാഹു മാത്രമാണ് ആരാധിക്കാൻ അർഹൻ എന്ന് സാക്ഷ്യം വഹിക്കലാണ്. മാത്രമാണോ? അല്ല. അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യം വഹിക്കലാണ്. അതുപോലെ അതൊന്ന്. തുഖീമ സ്വലാത്ത, നിസ്കാരത്തിന് നിലനിർത്തലാണ്, എപ്പോഴെങ്കിലും ചെയ്യലല്ല, എന്നും ചെയ്യാം, നിലനിർത്തുക. തുഖീമ സ്വലാത്ത, സക്കാത്തിനെ കൊടുത്തു വിട്ടുക. വതസൂമ റമളാന, റമളാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുക. വതഹുജ്ജൽ ബൈത, കഅബയിൽ ഹജ്ജ് ചെയ്യുക. ഇനിസ്തതഅത, നീ സാധിക്കുന്നവനാണെങ്കിൽ, ഇലൈഹി, ആ കഅബയിലേക്ക് ഹജ്ജ് ചെയ്യുന്നതിലേക്ക്, സബീലൻ, മാർഗത്തിനിക്ക് സാധ്യമാവുമെങ്കിൽ, അതിലേക്കുള്ള വഴികളൊക്കെ നിനക്ക് സാധ്യമാവുമെങ്കിൽ, മുതലാലും ആരോഗ്യത്താലും നിനക്ക് സാധ്യമെങ്കിൽ ഹജ്ജും ചെയ്യുക. ഇതാണ് ഇസ്ലാം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. ക്ലിയർ അല്ലേ? ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വദഖ്ത, യെസ്, കറക്റ്റാണ്. ചോദ്യം ചോദിച്ചിട്ട് പഠിച്ചാൻ വേണ്ടി വന്ന ആളെ രൂപമല്ലല്ലോ ഇപ്പോൾ പറഞ്ഞപ്പോൾ. ആ ഓക്കെ, ക്ലിയർ. ഫഅജിബ്ന, ഉമർ അള്ളാഹു പറയാണ്, ഫഅജിബ്ന, ഞങ്ങൾ അത്ഭുതപ്പെട്ടു, ലഹു, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, യസ്അലുഹു വയുസദ്ദിഖുഹു, അദ്ദേഹം ചോദിക്കുന്നു, അത് സത്യമെന്ന് പറയുകയും ചെയ്യുന്നു, ചോദിക്കുകയും ചെയ്യുന്നു, സത്യമാണെന്ന് പറയുകയും ചെയ്യുന്നു. സാധാരണ അതൊരു ചോദ്യകർത്താവ് അങ്ങനെ ഓക്കെ ഞാനത് പഠിച്ചു, ഉസ്താദ് പറഞ്ഞന്ന് ഞാൻ കേട്ടു എന്നാണല്ലോ പറച്ചിൽ. പക്ഷെ ഇതങ്ങനെ നേരെ തിരിച്ചു, പക്ഷെ ഒന്നും മിണ്ടിയില്ല. കാല, അദ്ദേഹം വീണ്ടും ചോദിച്ചു, അഖ്ബിർനി അനിൽ ഈമാൻ, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ സംബന്ധിച്ച് എന്നോട് നിങ്ങൾ വിവരം പറയൂ. കാല, അപ്പോൾ പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി, ഈമാൻ എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന, നീ വിശ്വസിക്കലാണ്, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, വ മലായികത്തിഹി, അവൻ്റെ മലക്കുകളെ കൊണ്ടും, വ കുതുബിഹി, അവൻ്റെ കിതാബുകളെ കൊണ്ടും, വ റുസുലിഹി, അവൻ്റെ മുർസലുകളെ കൊണ്ടും, വൽ യൗമിൽ ആഖിരി, അവസാന നാളുകളെ കൊണ്ടും, വതുഅ്മിന ബിൽ ഖദരി, ഖദർ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, ഖൈരിഹി വശരിഹി, നന്മയും തിന്മയും എല്ലാം അള്ളാഹു കണക്കാക്കിയതാണ് എന്നതുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. ഈമാൻ കാര്യങ്ങൾ 6, മറ്റേത് 5, ഇത് 6. കാല, മറുപടി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വദഖ്ത, ഓക്കെ, നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു, വാസ്തവമാണ്.
ഖാല അദ്ദേഹം വീണ്ടും ചോദിച്ചു ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. ഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൻ തഅബുദല്ലാഹ, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്, അള്ളാഹുവിനക്ക് ഇബാദത്ത് ചെയ്യലാണ്. ഏതുപോലെ അന്നക തറാഹു, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ, നീ അവനെ കാണുന്നത് പോലെ എന്ത് ചെയ്യുക, ഇബാദത്ത് ചെയ്യലാണ്. ഫഇല്ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു, അവൻ യറാക്ക, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനും അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന നിലക്ക് ഞാൻ ഇബാദത്ത് ചെയ്യലാണ്. ഇതൊക്കെ അള്ളാഹു വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിചാരത്തിൽ അള്ളാഹുവിനക്ക് ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു. ഇതാണ് 3 അറിവുകൾ. ഒന്ന് കർമ്മപരമായ അറിവ്, അതാണ് ഇസ്ലാം, ഫിഖ്, അതുപോലത്തെ ഇൽമുകളൊക്കെ നമ്മൾ അതിലാണ് പഠിക്കും. രണ്ടാമത്തത് വിശ്വാസപരമായ കാര്യങ്ങൾ, അഖീദ, ദീനിയാത്ത്, അതുപോലെ അങ്ങനത്തെ വിഷയങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ അതിൽ വരും. ഇഹ്സാൻ മൂന്നാമത്തത്, അതാണ് തസവുഫ്, നമ്മുടെ അദ്കിയ ഒക്കെ നമ്മൾ ഓതിയിട്ടുണ്ടല്ലോ, അതുപോലത്തെ വിഷയം. ഇത് 3 വേണം. ഇത് 3 എന്ത് വേണം, നമ്മൾ പഠിക്കണം. അതാണ് നമ്മുടെ ഈ സിലബസിൽ അത് 3 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവകൾ പഠിക്കണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എങ്ങനെ വായിക്കാമെന്നറിയണം, ഇറാബ് എന്താണെന്നറിയണം, ഫീലും ഇസ്മും ഹർഫും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അതിനെ സഹായിക്കുന്ന നഹ്വ്, ഗ്രാമർ, അതുപോലെ സർഫ്, അതുപോലെ തഫ്സീർ, മറ്റു വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ കർമ്മമുണ്ട്, എന്തുകൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ രണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ആ അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, ഖാല ഫഅഖ്ബിർനി അനി സാഅത്തി, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാ, എന്നാ ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം മറുപടി പറഞ്ഞേ, ഖാല മൽ മസ്ഊലു, അപ്പൊ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാ. അപ്പൊ ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൽ മസ്ഊലു അൻഹ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെടുന്ന ഞാൻ, ബി അഅലമ, അറിവുള്ളവനല്ല, ബിനസായിലി, ചോദിക്കുന്നവനേക്കാൾ. ചോദിക്കണ ആൾക്ക് അറിയില്ലല്ലോ, അതുപോലെ തന്നെ എന്നേക്കാൾ കൂടുതലൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അറിയില്ല എന്നിട്ടാ പിന്നെ നബിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, അത് മറപ്പിച്ചു, വേറെ ചില മസ്ലഹത്ത് ഉണ്ടായതുകൊണ്ട് മറപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ലൈലത്തുൽ ഖദർ നബിതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് മറപ്പിച്ചു. അതിലാണ് ഖൈർ. അപ്പം എല്ലാം ഓർത്തു വെക്കുന്നതിൽ, എല്ലാം ഓർത്തിങ്ങനെ കണക്ക് ചോദിക്കുന്ന ഒരു സ്വഭാവത്തിനുള്ള ആളുകൾക്ക് ഖൈർ ഉണ്ടാവില്ല. ചിലതൊക്കെ മറന്നു പോകണം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധപൂർവ്വം മറക്കണം. അപ്പം അത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടത്. കാല ഫഅഖ്ബിർനി, നിങ്ങൾക്ക് അതറിയില്ല അല്ലേ, എന്നാ ഫഅഖ്ബിർനി, എനിക്ക് നിങ്ങൾ പറഞ്ഞു തരൂ, അൻ അമാറാത്തിഹ, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു തരൂ. എന്നാണ് ഖിയാമത്ത് നാൾ വരിക, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയൂ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൻ തലിദൽ അമത്തു, അടിമ സ്ത്രീ പ്രസവിക്കലാണ്, റബ്ബത്തഹ, അവളുടെ യജമാനത്തിയെ പ്രസവിക്കലാണ്. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണ്. അപ്പോൾ അടിമകൾ വർദ്ധിക്കും, അടിമകളിൽ
ഉടമക്ക് കുട്ടി ഉണ്ടാകും. ആ കുട്ടി ഉടമ സ്വതന്ത്രനാണല്ലോ, ഉടമ യജമാനനാണല്ലോ. അതേപോലെ കുട്ടിയും യജമാനന്റെ സ്ഥാനത്താണ്. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടാവലാണ് എന്ന് അതിൻ്റെ മീനിങ്. മറ്റൊരു മീനിങ്, മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുണ്ടാവുക, മക്കൾക്ക് ജന്മം കൊടുക്കുക. അപ്പോൾ മറ്റൊരു റിവായത്തിൽ അൻ തലിദൽ മർഅത്തു എന്നുണ്ട്, പെണ്ണ് ആ പെണ്ണിൻ്റെ ഉടമസ്ഥയെ. അപ്പം അതുമായി ചേർത്ത് നോക്കുമ്പോൾ ആ മീനിങ് ആണ് ഒന്നുകൂടി കൂടുതൽ ആപ്റ്റ് ആവുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? മാതാവിനെ നിയന്ത്രിക്കുന്ന, ഇന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പം അതേപോലെ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. വൻ തറ, മറ്റൊരടയാളം, നിങ്ങൾ കാണലാണ്, അൽ ഹുഫാത്ത, ചെരുപ്പ് ധരിക്കാത്തവരായ, അൽ ഉറാത്ത, ആവശ്യത്തിന് വസ്ത്രം ധരിക്കാനില്ലാത്തവരായ, അൽ ആലത്ത, ദരിദ്രരായ, ആടുകളെ മേയിച്ചു നടക്കുന്ന ആളുകൾ, യതതാവലൂൻ, അവർ വർദ്ധിപ്പിക്കുന്നു, ഫിൽ ബുനിയാൻ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ അവർ പണിതുയർത്തുന്നു. അപ്പോൾ ദരിദ്രര് സ്വന്തമായി ചെരുപ്പും വസ്ത്രവും ആടിനെ മേച്ച് ഇല്ലാത്ത ആടിനെ മേച്ച് നടക്കുന്ന, എല്ലാവരോടും ഇങ്ങനെ നീട്ടിയിരുന്ന ആളുകൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയും അങ്ങനെ ആർഭാടത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. സുമ്മൻ തലക്ക, പിന്നെ അദ്ദേഹം പോയി. ഇതാണ് അതിൻ്റെ അടയാളം എന്ന് പറയുന്നത്. ഫലബിസ്തു, ഉമർലാൻ പറയാണ്, ഫലബിസ്തു, ഞാൻ വെയിറ്റ് ചെയ്തു, കാത്തു നിന്നു, മലിയൻ, കുറച്ചധികം സമയം ഞാൻ അവിടെ കാത്തു നിന്നു. സുമ്മ കാല, പിന്നെ നബിതങ്ങൾ ചോദിച്ചു, യാ ഉമർ, ഉമറെ, അത്തദിരി മനിസ്സായിലു, അത്തദിരി, നിനക്കറിയോ, മനിസ്സായിലു, ആരാണ് ചോദിച്ചത് എന്നറിയോ? ആ വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് ആരാന്നറിയോ? ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്നുള്ളത് ഒരു നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ അതിനൊരു പോസിറ്റീവായൊരു ഉത്തരം കൊടുത്തു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവും റസൂലുവുമാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ ഒരു പോസിറ്റീവ്നെസ് കീപ്പ് ചെയ്യണം എപ്പോഴും എന്ന്. ഖാല ഫഇന്നഹു ജിബ്രീലു, അത് ജിബ്രീലാണ്, അതാക്കും, നിങ്ങളുടെ അടുക്കൽ അദ്ദേഹം വന്നു, യുഅല്ലിമുക്കും, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന, മുഅല്ലിമായി കൊണ്ടുവന്നു, അംറദീനിക്കും, നിങ്ങളുടെ മതത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആളായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അല്ല, നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇതൊരു വലിയൊരു സൈക്കോളജിയാണിത്. നമ്മൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ബിഹേവിയറിസം, ഒരു അധ്യാപകൻ വരിക, കുറേ പറയുക, വേണ്ടവരെ എഴുതിയെടുക്കുക, ഒരു പുസ്തകം കൊടുക്കുക. അപ്പൊ ഇത് എന്താ വെച്ചാൽ ഇത് പുതിയൊരു ശൈലിയാണ്. ഇത് എന്താ വെച്ചാൽ ഒരു കൺസ്ട്രക്റ്റിവിസത്തിലെ മെത്തേഡാണ്. ഇപ്പോഴത്തെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കണ്ടിട്ടില്ലേ, കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. മാതാപിതാക്കൾക്കാണ് കൂടുതൽ പണി, പ്രത്യേകിച്ച് ഉമ്മമാർക്ക്. അതെ, അത് ഓരോ ശൈലിയാണ്. അപ്പം അങ്ങനത്തെ, അപ്പം നമ്മളൊരു അധ്യാപകന് എന്തല്ല വെറുതെ ഇങ്ങനെ കുറേ വൺ വേ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ചില കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അങ്ങനെ ഉള്ള ഒരു ഭാഗം കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ വലിയൊരു അധ്യാപകനായിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴുണ്ടല്ലോ അത്ര ഒരു എഫക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇത് ആളുകൾക്ക് ചില പ്രത്യേക സിനാരിയോസ് കൊടുക്കുകയാണ്. ഒരാൾ വന്നു, അയാൾ ചോദിക്കുന്നു,
ഉത്തരം പറയുന്നു, ഓക്കെ കറക്റ്റ് എന്ന് പറയുന്നു, അത്ഭുതത്തോടു കൂടി ഇരിക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരെ മനസ്സിൽ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ പതിയും. അപ്പം അതുപോലെ നമ്മളും നമ്മുടെ കുട്ടികളെ അതുപോലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോഴും പല പല ഓരോ എല്ലാ സ്ഥലത്തും ഇത് പറ്റിക്കൊള്ളുന്നില്ല കേട്ടോ, എല്ലാ സ്ഥലത്തും ഇതന്നെ ആപ്റ്റ് ആയിക്കൊള്ളുന്നില്ല. ചില സ്ഥലത്ത് ചില ഹദീസുകളിൽ കണ്ടിട്ടുണ്ടല്ലോ, നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ സമീപത്തൊരു പുഴയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും അതിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്തു. ആ പുഴയിൽ നിങ്ങൾ 5 നേരം കുളിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. 5 നേരം വൃത്തിയായി കുളിച്ചു. ഇനി നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാഹ്യഭാഗത്ത് അഴുക്കുകൾ ഉണ്ടാകുമോ? അപ്പോൾ സദസ്സ് ഒന്നടങ്കം ഇല്ല. അതുപോലെ 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അകത്ത് ഒരു മാലിന്യവും അവശേഷിക്കുകയില്ല. അപ്പോൾ എന്തായി, ആ ഒരു കണക്ഷനിലൂടെ ഒരു വലിയൊരു കാര്യം പഠിക്കലായി. നേരെ മറിച്ച് ആദ്യം തന്നെ ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. ചില സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കും. 3 പ്രാവശ്യത്തിന് വിധങ്ങൾ ചോദിക്കും. ചില വിഷയങ്ങൾ നമ്മുടെ സമദാനി സാഹിബൊക്കെ പ്രസംഗിക്കുന്ന പോലെ ചില വിഷയങ്ങൾ 3 വട്ടമൊക്കെ അദ്ദേഹം പറയുമല്ലോ. നിബിധങ്ങൾ പറയുകയാണ്, ഹബീബായ തങ്ങൾ പറയുകയാണ് എന്നുകൊണ്ട് അങ്ങനെ ഒരു നല്ല ശൈലിയാണല്ലോ. അപ്പം അങ്ങനെയുള്ള സംസാരങ്ങളും മറ്റുമൊക്കെ കേൾക്കുന്ന, അല്ലാതെ ഇപ്പോൾ ഒരു ചില ഇൻഫർമേഷനുകൾ അങ്ങനെ കൊടുക്കണം. റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ അങ്ങനെ കൊടുക്കണം. അതുപോലെ വാർത്ത വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണം. റിപ്പോർട്ട് പറയുമ്പോൾ വായിക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതിനനുസരിച്ചുള്ള ഇടപെടലുകളും രീതികളും വേണമെന്ന് നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലിലൂടെ, അധ്യാപനത്തിലൂടെ, ബോധന ശാസ്ത്രത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? അധികം സമയം, കുറച്ചധികം സമയം. എത്തത്താബുലു എന്ന് പറഞ്ഞാൽ അവർ വലിയ ആർഭാടം കാണിക്കുന്നു. അതെ, അപ്പോൾ വലിയ ദീർഘിച്ച് ബിൽഡിങ്ങുകൾ ചെയ്യുന്നു പറഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു. വലിയ ബിൽഡിങ്ങുകൾ, അതായത് ഒന്നിനുമില്ലാത്ത, സ്വന്തമായി ഒന്നുമില്ലാത്ത ആളുകൾ. നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ കാര്യമാണ്. കുറച്ചധികം സമയം. ഞാൻ അവിടെ തന്നെ നിന്നു കുറച്ചധികം സമയം. അപ്പം നബിതങ്ങൾ ചോദിച്ചു, ഉമറെ ആരാടാ വന്നതെന്ന് അറിയോ? അപ്പോൾ അറിയില്ല. പറഞ്ഞു, ഫഇന്നഹു ജിബ്രീലു അതാക്കും യുഅല്ലിമുക്കും അംറ ദീനിക്കും. റവാഹു മുസ്ലിം. വമഅന, ഞാൻ അതിൻ്റെ അർത്ഥം ഒന്ന് നബിമാം വിശദീകരിക്കാം കേട്ടോ. വമഅന തലിദുൽ അമതു റബ്ബതഹ എന്ന അതിൻ്റെ അർത്ഥം ഐ സയ്യിദതഹ, അവളുടെ ഉടമസ്ഥയെ എന്നാണ് അർത്ഥം. റബ്ബത്ത് എന്ന് പറഞ്ഞാൽ സയ്യിദത്ത് എന്നാണ് അർത്ഥം, ഉടമസ്ഥയെ. അപ്പോൾ മഅനാഹു, അതിൻ്റെ അർത്ഥം എന്താ? ഉടമസ്ഥനെ അടിമ സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അൻ തക്സുറ സറാരി, യുദ്ധത്തടവുകാർ, അടിമകൾ വർദ്ധിക്കും. ഒരുപാട് അടിമകൾ ഉണ്ടാവും. ഹത്താ തലിദൽ അമത്തു, എത്രത്തോളം എന്നറിയോ? ഒരു അടിമ പ്രസവിക്കും. അസുരിയത്തു, ഇങ്ങനെ യുദ്ധത്തടവുകാരായി അടിമയായി പിടിച്ച ഈ അടിമ പ്രസവിക്കും. ബിൻതൻ ലി സയ്യിദിഹ, അവളുടെ ഉടമസ്ഥനായ ഒരാളുണ്ടാവുമല്ലോ, അയാൾക്കൊരു പെൺകുട്ടിയെ പ്രസവിക്കും. അപ്പോൾ ബിന്തു സയ്യിദി, ഒരു ഉടമസ്ഥൻ്റെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഫീ മഅന സയ്യിദി, ഉടമസ്ഥൻ്റെ മഅനയിലാണ്, ഉടമസ്ഥൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ പ്രസവിക്കുന്നുള്ളതാണ് പറഞ്ഞത്. വഖീല ഗൈറു ദാലിക, അതല്ല എന്നും അഭിപ്രായമുണ്ട്. ഈ മീനിങ് അല്ല, വേറെയും മീനിങ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മക്കൾ എന്താ പറയുക, മക്കൾക്ക് പവർ ഉണ്ടാകുക, മാതാപിതാക്കളെ മക്കൾ ഭരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. വൽ ആലത്തു, ആലത്ത് എന്ന് പറഞ്ഞാൽ അൽ ഫുഖറാഉ, പാവപ്പെട്ടവരാണ്. മലിയൻ എന്ന് പറഞ്ഞാൽ സമനൻ ത്വബീലൻ, കുറച്ചധികം സമയം. ക്ലിയർ അല്ലേ?
തന്നെ വരുന്നത്. ഒറ്റ ഹദീസ് കൂടി പറയല്ലേ, ചെറിയ ഹദീസ അല്ലേ. അസാനിയൻ അബീ ദർരിൻ ജുൻദുബ് ബിൻ ജുനാദ വഅൻ അബി അബ്ദുറഹ്മാൻ അബി അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബലിൻ റളിയല്ലാഹു അൻഹുമാ. രണ്ട് പേര് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, ഇത്തഖില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നീ ജനങ്ങളുടെ അടുക്കലാവട്ടെ, ഒറ്റക്കാവട്ടെ, നിന്റെ നാട്ടിലാവട്ടെ, വിദേശത്താവട്ടെ, രാത്രിയാവട്ടെ, പകലാവട്ടെ, രഹസ്യമാവട്ടെ, പരസ്യമാവട്ടെ, ഏത് ഘട്ടത്തിലും നീ അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. നീ തുടർത്തണം. അസ്സയ്യഅത, തിന്മയോട് നീ തുടർത്തണം. അൽ ഹസനത, നന്മയെ തുടർത്തണം. ഒരു തെറ്റ് സംഭവിച്ചു, തെറ്റ് ചെയ്യരുത്. അഥവാ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു നന്മ പ്രവർത്തിപ്പിക്കുക, അതിനെ തുടർത്തി ചെയ്യുക. എന്നാൽ തംഹുഹ, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. അപ്പോൾ ഉദാഹരണം, എന്തോ ഒരു ദോഷം സംഭവിച്ചു നിന്റെ ഭാഗത്തുനിന്ന്, അപ്പം അതിനുശേഷം ഒരു നന്മ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്വതക്ക കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് ദിക്റ് ചൊല്ലി, എന്തു ആവാം. എന്നാൽ ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. വഖാലിഖിന്നാസ, ജനങ്ങളോട് നീ പെരുമാറണം. ബിഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തിൽ പെരുമാറണം. വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തിൽ ജനങ്ങളോട് പെരുമാറണം. റവാഹു തിർമുദിയു വഖാല ഹദീസുൻ ഹസൻ. അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ എവിടെയാണെങ്കിലും നീ സൂക്ഷിക്കണം. അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇനി അഥവാ എന്തെങ്കിലും ദൗർബല്യ നിമിഷത്തിൽ വല്ല തെറ്റും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു നന്മ തുടർത്തുക. അങ്ങനെ തുടർത്തിയാൽ ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത് ഉണ്ടല്ലോ, നന്മകൾ തിന്മകളെ പോക്കിക്കളയും, ഇല്ലാതെയാക്കും. അതുപോലെ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവത്തോടുകൂടെ ജനങ്ങളോട് നീ പെരുമാറണം. റവാഹു തിർമുദിയു വഖാല ഹദീസുൻ ഹസനുൻ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അല്ലല്ല, അത് ഖലക്കന്റെ ഇസ്മുഫായില് ഖാലിക്കുൻ, ഇത് ഖാലക്കന്റെ അംറുഫീലാണ്. ഖാലക യുഖാലിക്കു മുഖാലഖത്തൻ വഖിലാഖൻ ഫഹുവ മുഖാലിഖുൻ വഖൂലിക യുഖാലഖു മുഖാലഖത്തൻ വഖിലാഖൻ ഫഹുവ മുഖാലഖുൻ. അൽഅംറു മിൻഹു ഖാലിഖ്, ആ അംറാണ് ഖാലിഖ്. അതെ, ഇതേ അക്ഷരം തന്നെയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. രണ്ട് മാത്തുണ്ട്, വ്യത്യാസമുണ്ട്. ഒന്ന് സുലാസി മുജറദാണ്, ഖലക്കന്റെ ഇസ്മുഫായിലാണ്, ഖാലിക്കുൻ എന്നാണ്, അത് ഇസ്മാണ്. ഇത് ഖാലിക്ക് എന്നുള്ളത് ഫീലാണ്, ഖാലക്കന്റെ ഇസ്മുഫായി അമ്ര ഫീലാണ്. ഖലക്ക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്, അത് അള്ളാഹു ഉണ്ടാക്കി നിർമ്മിച്ചു. ഖാലക്ക എന്ന് പറയുമ്പോൾ രണ്ടുപേരും പരസ്പരം നിർമ്മിക്കുക. അപ്പം ഞാൻ റാഫിഖാനോട് ഒരു സ്വഭാവം, അത് അദ്ദേഹം റാഫിക്ക് എന്നോടൊരു സ്വഭാവം ഉണ്ടാക്കുകയാണല്ലോ. ഞങ്ങൾ പെരുമാറ്റം അങ്ങനെയാണല്ലോ. നമ്മൾ പുതിയൊരു സംസാരിക്കുമ്പോൾ സത്യമായ കാര്യങ്ങൾ പറയുക, അതുപോലെ നല്ല നിലക്ക് വർത്തമാനം പറയുക, അനാവശ്യ കാര്യങ്ങൾ പറയാതിരിക്കുക. അപ്പോൾ ഞാനെന്ത് ചെയ്യാണ്, നല്ല പുതിയ ആശയങ്ങൾ, പുതിയ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു, നിങ്ങളും അവതരിപ്പിക്കുന്നു. അപ്പോൾ പെരുമാറ്റത്തിൽ രണ്ടും നടക്കുന്നുണ്ട്, അവിടുന്ന് കൊണ്ടുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. ഖലക്കയിൽ അതില്ല. ഖലക്കയിൽ അള്ളാഹു പടച്ചു, അള്ളാഹു എന്നെ പടച്ചു പറയുമ്പോൾ ഞാൻ അള്ളാഹിനെ പടക്കുന്നില്ല,
അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടില്ല. അപ്പോൾ സ്വഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിക്കണം. അത് മനസ്സറിഞ്ഞിട്ട് തന്നെ നല്ല സ്വഭാവമുള്ള ആളുകളാവണം. നമ്മൾ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ മനസ്സറിഞ്ഞ് നല്ല സ്വഭാവത്തിൻ്റെ ആളുകളായി മാറും. അപ്പോഴാണ് അതിന് ഫലമുള്ളൂ. അപ്പോൾ ചില സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മിണ്ടാതിരിക്കേണ്ട സ്ഥലത്ത് മിണ്ടാതിരിക്കേണ്ടി വരും. ചിലപ്പോൾ മിണ്ടാതിരുന്ന അപകടം ചെയ്യും. അപ്പോൾ പിന്നെ പറയേണ്ടി വരും. പറയുമ്പോൾ തന്നെ മാന്യമായിട്ട് പറയേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് കടുപ്പിച്ച് പറയേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വേണ്ട രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മാന്യം, അതാണ് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. നല്ല സ്വഭാവം അത് നമ്മൾ പെരുമാറണം. ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ല. ഇതൊന്ന് പഠിക്കണം കേട്ടോ. അൽ ഇസ്ലാമു അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് തുഖീമസ് സ്വലാത്ത വതുഅതിയ സകാത്ത വതസൂമ റമളാന വതഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. പിന്നെ ഈമാൻ കാര്യം, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽ യൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. പിന്നെ ഇഹ്സാൻ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എന്താ സംശയം ഉണ്ടോ?